ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പാവയ്ക്ക തോരൻ വെക്കുന്നുണ്ട്. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. പാവയ്ക്ക, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയുള്ളി, സവോള, കറിവേപ്പില, പിന്നെ വേണ്ടത് തേങ്ങ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. സവോള വേണമെങ്കിൽ സവോള മാത്രം ചേർക്കാം, ഉള്ളി വേണമെങ്കിൽ ഉള്ളി മാത്രമായിട്ടും ചേർക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ഉള്ളി ഉള്ളായിരുന്നു, അതുകൊണ്ട് കുറച്ചുള്ളി കുറച്ച് സവോളയും കൂടെ ചേർത്ത് പെട്ടെന്നൊരു തോരൻ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇത് അരിഞ്ഞുകൊണ്ട് വരാം മക്കളെ. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് ഓരോന്നും വലിച്ച് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് വേണം അരിയാൻ കേട്ടോ. അത് ആ തേങ്ങയുടെ കൂടെ കിടന്ന് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമുക്ക് വെച്ചാലോ. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിക്കുന്നത്. ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടണം. കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ട് ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഇട്ട് ഒന്ന് വാട്ടിക്കൊടുക്കും, ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉള്ളി ഒരുപാട് ഒരു പിങ്ക് കളറിലേക്ക് വരും. വാടി തുടങ്ങുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് തീ കുറയ്ക്കരുത്. പാവയ്ക്ക നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ആദ്യം കുക്ക് ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ പാവയ്ക്കായി കയ്പുണ്ടാവും. ചിലർ പറയും ഞാൻ എങ്ങനെ വെച്ചാലും കഴിച്ചിരിക്കും എന്നൊക്കെ. ഒരു കയ്പും ഉണ്ടാവത്തില്ല. ഇത് കണ്ട, ഇത് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് പാവയ്ക്ക ആ പാവയ്ക്കായ ഒന്ന് ചൂട് കയറണം. നല്ല തീ കൊടുത്ത് തന്നെ ഇടണം. ഒരു മിനിറ്റ് മൂടി വെക്കണം. മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ പാവയ്ക്ക് ഒരുമാതിരി വാടിയിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ നോക്കി ഒരു പാവയ്ക്കൊക്കെ എന്ത് വേവ് വരാനോ ഇച്ചിരി വേവല്ലേ ഉള്ളൂ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇടണം. തേങ്ങ എത്ര ഇട്ടാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. കാരണം പാവയ്ക്കയുടെ കയ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ തേങ്ങായും ഇട്ട് കൊടുത്തു. തേങ്ങായും ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഇതുമെല്ലാം പാകമായതുകൊണ്ട് 2-3 മിനിറ്റ് നമുക്ക് തട്ടിപ്പൊത്തി ഒന്ന്. ഇനിയിപ്പോൾ പാവയ്ക്കയുടെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇച്ചിരി തീ കുറച്ചാലും കുഴപ്പമില്ല. ഇനി കയ്പൊന്നും അറിയത്തില്ല. ഇതിൽ അപ്പോൾ തേങ്ങ ഒന്ന് വേകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പാവയ്ക്ക തോരൻ തയ്യാറായിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ഇത് നിങ്ങൾ നോക്കിക്കത് ഇങ്ങനെ ഒന്ന് ഇളക്കി ഉണ്ടാവും. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഉണങ്ങിയ കണക്ക് തന്നെയായിരിക്കും. അപ്പം നമ്മുടെ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പൊടിക്കൈയായിട്ട് ഞാനിപ്പോൾ ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചിലർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. വെളുത്തിരിക്കുന്നത് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ സവോള, ഉള്ളിയും പച്ചമുളകും വാടാൻ നേരം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്കും കമൻറ്റും ചെയ്യണം. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. ഇത് ഞാൻ ഒരു സർവിങ് ബൗളിലോട്ട് ഇടുവാണ്. ഇത് കണ്ടോ, ഒരു തുള്ളി പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അത് കാണിക്കാൻ കൂടെ ഈ ചട്ടിയോടുകൂടെ ഞാൻ കമത്തിയത്.
Bye.